ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ സെയ്ത് പറയിൽ പാർലമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം. ഈ കാണുന്ന പ്രകൃതി മനോഹരമായ സ്ഥലത്ത് റണ്ണിംഗ് ഉള്ള ഒരു അടിപൊളി റിസോർട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ആദ്യം തന്നെ ലൊക്കേഷൻ പറയാം. ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ പാലക്കയം എന്ന സ്ഥലത്താണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇത് 25 ഏക്കർ സ്ഥലത്താണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ ടോട്ടൽ 110 ഏക്കർ സ്ഥലമാണുള്ളത്. ഈ 110 ഏക്കർ സ്ഥലം മുഴുവനും വേണമെങ്കിൽ നമുക്ക് തരുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഇതിൽ 25 ഏക്കർ സ്ഥലവും റിസോർട്ടുകളും തരുന്നതാണ്. നമ്മുടെ താല്പര്യത്തിനും ക്യാഷിനും അനുസരിച്ച് നമുക്കിത് വാങ്ങാവുന്നതാണ്. കാടിന് നടുവിൽ മലയുടെ ഏറ്റവും ടോപ്പിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണുള്ളത്. പ്രകൃതി മനോഹരമായ നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കിയാൽ. ചുറ്റുഭാഗം തന്നെ മലകൾ കൊണ്ടും അതുപോലെ തന്നെ കോടകൾ ഇറങ്ങിയും നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കിയാൽ. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ 1 മണിയാണ്, ഏകദേശം ഉച്ചയ്ക്ക് 1 മണിയാണ് ടൈം. ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാവുന്നതാണ്. കോട ഇറങ്ങി നല്ല ഭംഗിയാണ്. ഇതിൽ 11ഓളം കോട്ടേജുകളാണുള്ളത്. ഈ 11ഓളം കോട്ടേജിൽ 12 റൂമുകളുണ്ട്. ഒരു കോട്ടേജിൽ 2 റൂം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള പാർക്കുകളെല്ലാം തന്നെ ഇവിടെയുണ്ട്. ഇനി നിങ്ങൾ ഇത് എടുക്കുകയാണെങ്കിൽ ഇതിൽ അഡ്വഞ്ചർ പാർക്കുകളെല്ലാം തന്നെ നിങ്ങൾക്കിതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അതിനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഇവിടെയുണ്ട്. ഇതുകൂടാതെ തന്നെ പലവിധ പാർക്കുകൾ കൂടി ഇതിൽ കൊണ്ടുവരാവുന്നതാണ്. ഷിരുവാണി ഡാമിൻ്റെ തൊട്ട് തന്നെയാണ് ഈ സ്ഥലം കിടക്കുന്നത്. നിങ്ങൾക്കതിൽ ഗാർഡൻ പാർക്ക്, അതുപോലെ അഡ്വഞ്ചർ പാർക്ക്, അതുപോലെ വാട്ടർ തീം പാർക്കോ ഇവയെല്ലാം തന്നെ ഇതിൽ കൊണ്ടുവരാവുന്നതാണ്. ഈ റിസോർട്ടുകൾ കഴിഞ്ഞ് ബാക്കി സ്ഥലത്തെല്ലാം തന്നെ റബ്ബറുകൾ വെച്ചിട്ടുണ്ട്. അത് 5-ാം കൊല്ലം തൈ റബ്ബറുകളാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 2 വർഷം കഴിയുമ്പോഴേക്കും അതിൽ നിന്നും നല്ല വരുമാനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഏകദേശം 1 കിലോമീറ്ററിനടുത്ത് ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത്. ഇവിടെ വെള്ളത്തിനൊന്നും തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ്. ഇതിൽ തന്നെ നല്ലൊരു കുളമുണ്ട്. അതുപോലെ തന്നെ ഒരു ബോർവെല്ലും ഇതിലുള്ളതാണ്. അതിൽ നിന്നാണ് ഇവിടേക്കെല്ലാം വെള്ളം പമ്പ് ചെയ്യുന്നത്. ഒരു കോട്ടേജിൻ്റെ ഉൾവശം നിങ്ങൾക്ക് കാണിച്ചു തരാം. പുറത്തുനിന്നും ഉള്ളിലേക്ക് കയറുമ്പോൾ ചെറിയൊരു സിറ്റ് ഔട്ട് മോഡലാണ് ആദ്യമുള്ളത്. ആ ചെറിയ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ അകത്തോട്ട് നേരെ ബെഡ്റൂമിലോട്ടാണ് എൻട്രൻസ് കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വലിയൊരു ബെഡ്റൂമാണിത്. ഇവിടെ നിലത്തെല്ലാം തന്നെ നല്ല ടൈലുകളെല്ലാം ഇട്ട് വൃത്തിയായി ഭംഗിയായി തന്നെയാണുള്ളത്. പിന്നെ ബെഡ്റൂമിൻ്റെ ഒരു സൈഡിലായി ഒരു ഡ്രസ്സിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സൈഡിലായി ഒരു ടോയ്ലറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ചുമരിന് പകരം ഒരു സൈഡിൽ വലിയൊരു ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് പ്രകൃതിയുടെ മനോഹാരിത നിങ്ങൾക്ക് ആസ്വദിക്കാം. പിന്നെ ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണി കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് നല്ല വ്യൂ തന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ കിട്ടും. ഞാൻ ഈ ഉച്ച ടൈമിൽ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഇവിടെ കോട ഇറങ്ങി നല്ല ഭംഗിയാണുള്ളത്. കോട മാറിക്കഴിയുമ്പോൾ ഇവിടെ നിന്നും നല്ല വ്യൂ ആയിരിക്കും ഇവിടെ നിന്നും ഉള്ളത്. ഇങ്ങനെയാണ് ഇതിലെ ഓരോ കോട്ടേജുകളും കൊടുത്തിട്ടുള്ളത്. ഇതാണ് കോട്ടേജിൻ്റെ ഉൾവശം. ഇതിൽ ഒരു കോട്ടേജിൽ മാത്രം 2 റൂം കൊടുത്തിട്ടുണ്ട്. ഷിരുവാണി ഡാമിൻ്റെ അടുത്ത് തന്നെയാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ റിസോർട്ടുള്ളത് മലയുടെ ഏറ്റവും ടോപ്പിലാണ് ഈ റിസോർട്ടുള്ളത്. ഇവിടേക്ക് എല്ലാ കാറുകളും എത്തുന്ന നല്ല വഴി തന്നെ ഇവിടേക്കുള്ളതാണ്.
പിന്നെ ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്തെല്ലാം തന്നെ അത്തിമരങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ പുല്ലെല്ലാം വെച്ച് നല്ലൊരു പാർക്ക് പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇരിക്കാനുള്ള സ്ഥലമെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനിടയിലൂടെ എല്ലാം തന്നെ നടക്കാൻ വേണ്ടി ഇൻ്റർലോക്ക് വിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയൊരു സ്വിമ്മിംഗ് പൂളിൻ്റെ പണിയും ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നല്ലൊരു റെസ്റ്റോറൻറ്റ് കൂടി ഉള്ളതാണ്, അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്നുകൂടെ പറയാം. അപ്പോൾ ശിരുവാണി ഡാമിനോട് അടുത്ത് കിടക്കുന്ന ഈ വൈൽഡ് റിസോർട്ട് ഇത് മലയുടെ ഏറ്റവും ടോപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ റിസോർട്ട് 2 രീതിയിൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ഒന്നല്ലെങ്കിൽ ഇതിൽ 25 ഏക്കർ സ്ഥലവും ഈ റിസോർട്ടും ഉൾപ്പെടെ 25 ഏക്കർ സ്ഥലവും റിസോർട്ടും നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇനി അതല്ലെങ്കിൽ ടോട്ടലായി ഇതിൽ 110 ഏക്കർ സ്ഥലമാണ്. വേണമെങ്കിൽ ഈ റിസോർട്ടുകൾ ഉൾപ്പെടെ 110 ഏക്കർ സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാം. രണ്ടിനും 2 വിലയാണ് ഓണർ പറയുന്നത്. ഇതിലുള്ള ഈ 25 ഏക്കർ സ്ഥലത്തിനും ഈ റിസോർട്ട് ഉൾപ്പെടെ ഈ 25 ഏക്കർ സ്ഥലത്തിനും റിസോർട്ടിനുമാണെങ്കിൽ വെറും 15 കോടി രൂപയാണ് ഓണർ പറയുന്നത്. അത് നെഗോഷ്യബിൾ ആണ്, നമുക്ക് സംസാരിക്കാം. ഇനി അതല്ലെങ്കിൽ മുഴുവനായി 110 ഏക്കർ സ്ഥലവും ഈ റിസോർട്ടും ഉൾപ്പെടെ 110 ഏക്കർ ആണെങ്കിൽ മുഴുവനായി വെറും 25 കോടി രൂപയാണ് ഓണർ പറയുന്നത്. അങ്ങനെയും നിങ്ങൾക്ക് സ്വന്തമാക്കാം, അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന സ്ഥലവും റിസോർട്ടുകളും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി, ഞങ്ങളൊന്ന് വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ പാറയം മെഡിസിൻ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്താകുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആളുന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഞാനത് വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ്. ഇനി ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.